1937 എല്ലാത്തിന്റെയും തുടക്കം. ആ വർഷമാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. അന്നത്തെ ലണ്ടൻ ഗതാഗത ബോർഡിന്റെ ഉപമേധാവിയായിരുന്ന EG സാൾട്ടറിന്റെ നേതൃത്വത്തിൽ പെർക്കിൻസ് കമ്പനിയുടെ 60 എഞ്ചിനുകളോട് കൂടിയ കോമറ്റ് ചേസിസ് ഇറക്കുമതി ചെയ്യുകയും അന്ന് കേരളത്തിൽ ലഭ്യമായ തടിയുരുപ്പടികൾ കൊണ്ട് ബസ്സുകളുടെ ബോഡി നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ 1938 ഫെബ്രുവരി 20 കിഴക്കേക്കോട്ടയിൽ നിന്നും കവടിയാറിലേക്ക് രാജാവിനെയും രാജകുടുംബാംഗങ്ങളെയും കയറ്റി EG സാൾട്ടർ സാഹിബ് കേരള ചരിത്രത്തിലേക്ക് ആദ്യത്തെ സർക്കാർ ബസ് ഓടിച്ചു. 23 സീറ്റുകൾ ഉണ്ടായിരുന്ന ബസ്സിൽ 1 മൈൽ യാത്ര ചെയ്യുവാൻ അരചക്രമായിരുന്നു യാത്രാക്കൂലിയായി ഈടാക്കിയിരുന്നത്. പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം തിരുവിതാംകൂറിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബസ് സർവീസുകൾ 1949 കൊച്ചിയിലേക്കും 1956 മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. 1950 കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ സ്ഥാപനവും ബസ് സർവീസുകളും സർക്കാർ ഉടമസ്ഥതയിലേക്ക് മാറുകയും തുടർന്ന് ഇന്ത്യയിൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്നതോടെ സ്വയം ഭരണാധികാരമുള്ള കോർപ്പറേഷൻ എന്ന പദവിയിലേക്ക് സ്ഥാപനം മാറുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ കേരള സമൂഹത്തിന്റെ മനസ്സുകളിൽ യാത്രാ ചരിത്രത്തിൽ ആനവണ്ടി എന്ന KSRTC വിരാജിക്കുന്നു. ഒരു ദിവസം 250 കിലോമീറ്റർ ഓടുന്ന ഓർഡിനറി ബസ്സുകളും അതേസമയം 700-ലധികം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആഡംബര മൾട്ടി ആക്സിൽ ബസ്സുകളും അടങ്ങുന്നതാണ് KSRTCയുടെ വൈവിധ്യമാർന്ന ഗതാഗത സംവിധാനം. 5-ലധികം ജില്ലകളെ ബന്ധപ്പെടുത്തുന്ന സൂപ്പർ ഫാസ്റ്റ് സർവീസുകളും 2-ലധികം ജില്ലകളെ ബന്ധപ്പെടുത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും KSRTCക്കുണ്ട്. അതിനൊപ്പം മിന്നൽ, സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളും കൂടെ ചേരുമ്പോൾ എല്ലാത്തരം യാത്രക്കാരെയും തൃപ്തിപ്പെടുത്തും വിധമാണ് KSRTCയുടെ പ്രവർത്തനം. ആരംഭഘട്ടത്തിലെ 661 ഷെഡ്യൂളുകളിൽ നിന്നും നിലവിൽ 5000-ലധികം ഷെഡ്യൂളുകളിലൂടെ പ്രതിദിനം 25 ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. ആദ്യഘട്ടത്തിലെ KLX രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നും KL15 എന്ന സ്വന്തം രജിസ്ട്രേഷൻ നമ്പറിലാണ് ബസ്സുകൾ തിരിച്ചറിയപ്പെടുന്നത്. 25,000-ലധികം ജീവനക്കാരാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കരുത്തേകുന്നത്. ഗതാഗത സംവിധാനത്തിനുപരി പൊതുസമൂഹത്തിന് ഗുണപ്പെടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടിയ വോൾവോ ബസ്സുകൾ KSRTC ഉൾപ്പെടുത്തിയത്. വരച്ചു കൊടുക്കുന്ന ടിക്കറ്റിന് പകരം ടിക്കറ്റിംഗ് മെഷീൻ ഏർപ്പെടുത്തിയതും വിപ്ലവകരമായ മാറ്റമായിരുന്നു. ടിക്കറ്റ് വരുമാനത്തിലുപരി ടിക്കറ്റ് ഇതര വരുമാനത്തിലേക്ക് ശ്രദ്ധ വെച്ചപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായത് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയേറിയ സേവനമാണ്. ഡ്രൈവിംഗ് സ്കൂളുകൾ, ബസ് സ്റ്റേഷൻ ബ്രാൻഡിംഗ്, ഇന്ധന പമ്പുകൾ, ലോജിസ്റ്റിക്സ് സേവനം, ബസ് പരസ്യങ്ങൾ, ബഡ്ജറ്റ് ടൂറിസം, യാത്രക്കാർക്കായുള്ള AC വെയിറ്റിംഗ് റൂമുകൾ എന്നിവ പൊതുജനങ്ങളുടെ കയ്യടി നേടിയ പദ്ധതികളാണ്. നീ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം. ഒരു മലയാളിയാവണമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. ഒരു മലയാളിയാകണമെങ്കിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് അഭ്രപാളികളിൽ തെളിയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ 85 വർഷത്തിലധികമായി മലയാളികളുടെ ശ്വാസനിശ്വാസങ്ങളിൽ ആനവണ്ടി എന്ന KSRTC ഉണ്ട്. പ്രളയത്തിലും കോവിഡിലും ആനവണ്ടി കേരളത്തിന് കുടയായി. മലയാളികളുടെ വിജയത്തിലും നേട്ടത്തിലും ആനവണ്ടി മതിമറന്ന് ആഘോഷിച്ചു. അതിനൊപ്പം കേരള ചരിത്രം മാറ്റി എഴുതിയവർക്ക് കണ്ണീരോടെ അകമ്പടി പോയി. കണ്ണൂർ ഡീലക്സ് മുതൽ ഇങ്ങയുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം വരെയുള്ള സിനിമകളിൽ KSRTC കഥാപാത്രമായി. KSRTC ഒരു സ്ഥാപനമല്ല, കേരളത്തിന്റെ തന്നെ ചരിത്രമാണ്. പുതിയ ബസ്സുകളുമായും നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെയും KSRTC മുന്നോട്ട് വരികയാണ്.